കഴിഞ്ഞ പ്രാവശ്യം 2 മാസം മുമ്പ് റമീസ് ഖാറിന്റെ മറ്റേ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ എനിക്ക് നിങ്ങളെ വീഡിയോക്ക് വേണ്ടിയിട്ട് ബൈക്കിംഗ് ആണ്. സത്യം പറയാം, ഇത് യാർഡല്ല, ഇത് മൂപ്പരെ വീടാണ്. ആ ഒരു വീട്ടിൽ നിന്നാണ് കച്ചവടം ചെയ്യുന്നത്. കാരണം ആ ഒരു വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു കള്ളക്കളി കളിച്ച് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പർക്ക് ആ വീട്ടിൽ ഒരിക്കലും പിന്നീട് നിൽക്കാൻ കഴിയില്ല. അത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മൂപ്പരെ ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. 2014 ഫോർച്യൂണർ 10 എടുത്തു കഴിഞ്ഞാൽ അടാറ് സാധനം. ഇതൊരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ വണ്ടിയാണ്. തുരുമ്പ് വരുന്ന വണ്ടിയാണ്. കാരണം അതിന്റെ ഇരുമ്പ് വളരെ മോശമാണ്. കാരണം ഇത് ഇരുമ്പ് മോശം എന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു അടിയാണെന്ന്. അല്ലല്ല, നമ്മൾ വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് നമ്മൾ വെക്കാൻ വെച്ച വണ്ടിക്കാണ് നമ്മൾ ഈ പറയുന്നത്. 24 ഓട്ടോമാറ്റിക്കിനേക്കാളും നല്ല 4x4 മാനുവൽ ആണ്. അതിന്റെ കാര്യം എന്താ വെച്ചാല് ഈ ഇവിടെയൊക്കെ ചപ്പാത്തുകളുണ്ടോ, വെള്ളം പോകുന്ന ചപ്പാത്തൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ കരുവാരക്കുണ്ട് സൈഡ് അപ്പൊ പോകുമ്പോൾ കൂടെ വെള്ളത്തിന് അടി കൂടെ ഗിയർ ബോക്സ് മൊഡ്യൂൾ പോകാനുള്ള ചാൻസസ് ഉണ്ട് ഓട്ടോമാറ്റിക് വണ്ടികൾക്ക്. കാരണം അതിന്റെ അടിയിലാണ് ഗിയർ ബോക്സ് വരിക. അതിൽ വെള്ളം കയറ്റി ഒരുപാട് കേസസ് മുക്താണ്. റമീസ് ബ്രോ എന്ന് വിളിക്കാനാ പറഞ്ഞു. ഞാൻ റമീസ് ഖാൻ വിളിക്കുകയാണ്. പക്ഷെ പ്രീമിയം കാർ എല്ലാവർക്കും എടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പൈസന്റെ കാര്യത്തിൽ ആൾക്കാർ വയ്യോണ്ട് നിൽക്കാണ്. പക്ഷെ പ്രീമിയം കാർ നമ്മൾ ചെറിയ സ്വിഫ്റ്റിന്റെയും ബെൻസിൽ സ്വിഫ്റ്റിന്റെ ഇനോവന്റെ ഒക്കെ പ്രൈസിന് കൊടുക്കും അല്ലേ? 6,90,000 രൂപയ്ക്കൊക്കെ A4 ഒക്കെ കൊടുക്കാൻ പോകും. 6 ലക്ഷം ഏതാ മോഡൽ വരുന്നത്? 2013 ഓടി A4 6,90,000 രൂപ. എസ് ലൈൻ ആണ് വരുന്നത്. പ്രീമിയം പ്ലസ് സൺറൂഫ് വരുന്ന ടൈപ്പാണ് വരുന്നത്. ഓക്കെ, Q3 വരുന്നുണ്ട്, ബെൻസ് വരുന്നുണ്ട്. 45,000 കിലോമീറ്ററോടെ Q3, 69,000 GL. അതായത് നിങ്ങൾക്ക് പ്രൈസ് എവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സെയിം ക്വാളിറ്റി, നമ്മളൊരു ക്വാളിറ്റിയും കൂടി കീപ്പ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ വണ്ടികളും ആക്സിഡന്റ് ഫ്രീ ആണ്. മെജോറിറ്റി കാറുകൾ സർവീസ് റെക്കോർഡ്, പ്രോപ്പർലി സർവീസ് റെക്കോർഡുള്ള വണ്ടികളാണ്. അതെ, ഒക്കെ കറക്റ്റ് നോക്കിയിട്ട് എടുക്കുന്ന വണ്ടികളാണ്. ഇപ്പൊ നമ്മള് ക്രിസ്റ്റന്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് Q3 ക്രിസ്റ്റയിലൊക്കെ നന്നായിട്ട് തുരുമ്പൊക്കെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മളെ വണ്ടികൾ അതൊന്നും ഉണ്ടാവില്ല. എല്ലാം നോക്കിയിട്ടാണ് നമ്മള് കൊടുക്കുന്നത്. അല്ല മൂപ്പര ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് ബെൻസിൽ തന്നെ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഏതാണ്? GL. സി ക്ലാസ് വരുന്നുണ്ട്, പിന്നെ GL. മോസ്റ്റ്ലി ചൂസ്ഡ്. പിന്നെ E ക്ലാസ്, പിന്നെ GL. സി ക്ലാസ് GL, ഇത് മൂന്നാണ് ചൂസ് ചെയ്യുന്നത്. ഓടിയിൽ നോക്കുകയാണെങ്കിൽ ഓടി കഴിഞ്ഞ പ്രാവശ്യം A4 ആണ് ഞാൻ കണ്ടത്. പിന്നെ Q3 കഴിഞ്ഞ പ്രാവശ്യം A6 നമ്മൾ എടുക്കലില്ല. കസ്റ്റമർക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്ന വണ്ടികൾ. പിന്നെ റമീസ് ഖാന്റെ അടുത്ത് എടുക്കുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഡൽഹി പോയി അന്വേഷിച്ചോളി. ഡൽഹി പോയിട്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അതേ പ്രൈസിന് അവിടുന്ന് എടുക്കുന്ന അതേ പ്രൈസിനാണ് ഇവിടെ നമ്മളെ നാട്ടില് കോഴിക്കോടല്ല മലപ്പുറം മഞ്ചേരിയിൽ റമീസ് കാറിൽ കൊടുക്കുന്നത്. അത് വീട്ടിൽ നിന്ന് തന്നെ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രൈസും കാര്യങ്ങളൊന്നും ലാഭത്തിലുള്ള പരിപാടിയല്ല, ചെറിയൊരു കരികാരാണ്. തുടങ്ങാം. നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് നമ്മള് കറക്റ്റ് വരുന്നത് മലപ്പുറം മഞ്ചേരി പയ്യനാട് കുട്ടിപ്പാറ എന്ന സ്ഥലത്ത്. അത് കുറച്ച് ഉള്ളിലേക്കാണ്. വേറെ കാര്യമൊന്നും നോക്കണ്ട, അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് അപ്ഡേഷൻ തരും. പിന്നെ അതേപോലെ തന്നെ വണ്ടി എവിടുന്ന് റമീസ് ബ്രോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, വണ്ടി എവിടുന്ന് ഇറക്കാണെങ്കിലും വണ്ടി കാണിക്കുന്ന ഉത്തരവാദിത്വം എനിക്ക്, സെയിലാക്കുന്നത് നിങ്ങളെ ഉത്തരവാദിത്വം. വണ്ടി എടുക്കണ മുന്നേ അവർ ചെക്ക് ചെയ്യുന്ന അവരെ ഉത്തരവാദിത്വം. നമ്മളെ വണ്ടികൾക്ക് എന്താ അറിയോ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മളെ വണ്ടികൾ നമ്മളൊരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. മേജർ ഇഷ്യൂസ്, എഞ്ചിന്, ഗിയർ, സ്റ്റിയറിംഗ്, ഇത്തരത്തിൽ എന്തെങ്കിലും മേജർ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 മാസമൊക്കെ കസ്റ്റമറോട് ഇങ്ങനെ പറഞ്ഞിട്ട്, 1 മാസം എന്തായാലും എല്ലാ വണ്ടികളും കൊടുക്കലുണ്ട്, ചിലത് 2 മാസം വരെ കൊടുക്കലുണ്ട്. അപ്പൊ അത് വെച്ചാൽ നമ്മളൊരു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. പിന്നെ ചെറിയ സംഭവങ്ങൾ, ഇപ്പൊ ലൈറ്റ് ഫ്യൂസ് ആകുക, ചെറിയ റബ്ബർ ബുഷസ് കാര്യങ്ങളൊന്നും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കില്ല. അതൊക്കെ എല്ലാ വണ്ടികൾക്കും കോമൺ. ചെറിയ മേജർ ഇഷ്യൂ നമ്മൾ എടുക്കുമ്പോൾ പേടിക്കാല്ല. കാരണം നമ്മൾ ഓൾറെഡി ചെക്ക്, കാരണം ഈ ഗ്യാരണ്ടി എന്തുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി കൊടുക്കുന്നവരോ നമ്മളെ കോൺഫിഡൻസ് ആണ്. കാരണം ഈ വണ്ടികൾ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികൾ എടുക്കുന്നത്. ഡൽഹി പോയിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. നമ്മൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് വെച്ചാല് നമ്മൾ നല്ലോണം ഇപ്പോൾ അവിടെ നിന്നിട്ട് എന്താ പറയാ നന്നായിട്ട് ചളിയൊക്കെ അടിച്ചിട്ട് വണ്ടിന്റെ അടിയിലൂടെയൊക്കെ പായൊക്കെ വിരിച്ചിട്ട് അടിയൊക്കെ നോക്കും. നമ്മൾ അതിന്റെ മാറ്റ് എടുക്കും വണ്ടി വന്ന്. ചിലപ്പോൾ ഡൽഹിയിലൊക്കെ ഏതെങ്കിലും വളരെ മോശം സ്ഥലത്തായിരിക്കും. പക്ഷെ അത് ഫുള്ള് ചെക്ക് കംപ്ലീറ്റ്ലി ടോർച്ച് അടിച്ച് നോക്കിയിട്ട് അടിഭാഗം നോക്കും. പിന്നെ അതുപോലെ തന്നെ ഓരോ വണ്ടി ഒരു 20 കിലോമീറ്ററെങ്കിലും ഡ്രൈവ് ചെയ്ത് പരിശോധിക്കും. സ്കാൻ ചെയ്താൽ പോലും ചിലപ്പോൾ നമുക്ക് സ്കാനിങ്ങിൽ കണ്ടെത്താത്ത പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഈ സ്കാനിങ്ങിൽ ചിലപ്പോൾ നമ്മൾ ക്ലിയർ ഒക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 കിലോമീറ്റർ പോയിട്ടാണ് അതിന് വീണ്ടും അതിന്റെ ഇറേഴ്സ് കാണിക്കാം. സോ നമ്മളൊരു 10-20 കിലോമീറ്റർ പോയി, അതും വണ്ടി ഒരു 150-150 സ്പീഡിൽ ടെസ്റ്റ്, ഗിയറിന്റെ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു 150 സ്പീഡിൽ വിട്ടാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു 7th ഗിയറിന്റെ പെർഫോമൻസ് ചെക്കിങ് കഴിയുള്ളൂ. അപ്പൊ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞത്. ഇല്ലെങ്കിൽ ഗിയർ ബോക്സിന്റെ ഗ്യാരണ്ടിക്ക് 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ കംപ്ലൈന്റ് വരാൻ സാധ്യത നമ്മൾ ഗ്യാരണ്ടി എടുക്കില്ലല്ലോ. നമ്മൾ കോൺഫിഡൻസ് ആണ്. അപ്പൊ എന്തായാലും റമീസ് ഖാന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് വിളിച്ചാൽ നേരെ വീഡിയോയിലേക്ക് ബസ് തന്നെ ഓടി
ഓടി Q3 എന്ന് പറയുമ്പോൾ ബസ് തന്നെ മമ്മൂട്ടിനാണ് വരുന്നത്. സൗത്ത് ഇന്ത്യയിൽ ബസ് തന്നെ മമ്മൂട്ടിയാണ് ഈ അവിടെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് വന്നിട്ടാ Q7 ആണല്ലോ. Q3 ആണ്. എനിക്കറിയില്ല, അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കതിനെ കുറിച്ച് ഇതെങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. പുതിയ ഷേപ്പാണ്. അതായത് 2015 Q3 2021 വരെ 2021 വരെ ഏകദേശം ഈ ഒരു മോഡലാണ് Q3 ഇറങ്ങിയിട്ടുള്ളത്. 45,000 കിലോമീറ്റർ ജെനുവിൻ 100% കൺഫേം ആണ് വണ്ടി. ഓപ്ഷൻ വരുന്നത് ഇത് പിന്നെ ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ. എല്ലാ ഗ്ലാസസും ഒറിജിനലാണ്. പിന്നെ നമ്മളൊരു രൂപ പോലും ഈ വണ്ടിയിൽ ചെലവാക്കിയിട്ടില്ല. വണ്ടി എടുത്തിട്ട് അതായത് കസ്റ്റമർ ആയിരുന്നു ഡൽഹിയിൽ നിന്ന് ആൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി അതേ കണ്ടീഷനിൽ നമ്മൾ കൊണ്ടുവന്നാണ്. ഇതിന്റെ സീറ്റ് ഒന്ന് ഇതാവേ, ഈ സ്റ്റാരിങ്ങിന്റെ ക്രോമിന്റെ കളർ പോവേ, അത്തരത്തിലൊന്നും വന്നില്ല. കാരണം അത്രത്തോളം നല്ല വണ്ടിയാണ്. ഒന്നുമില്ല, ക്ലെയിംസ് ഒന്നുമില്ല. ലാസ്റ്റ് 12,40,000 രൂപ. ലോൺ ഇല്ലല്ലോ. ലോൺ ചിലപ്പോൾ കയറുമായിരിക്കും, പക്ഷെ നമ്മൾ ലോൺ പരിപാടിയില്ല. അതിന്റെ ഒരു റീസണബിൾ ഇങ്ങനെ മനസ്സിലാക്കണം ശരിക്ക്. അത് ലോൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ വണ്ടിന്റെ വില നോക്കാറില്ല. ഡൗൺ പേയ്മെന്റ് മാത്രമാണ് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ അങ്ങനെ ഒരു ഓവർ പ്രോഫിറ്റ് അല്ല. നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ലോൺ പരമാവധി ഇല്ലാതെയാണ് നമ്മൾ ആളുകളോട് പറയുന്നത്. ഇനി ആളുകൾ കൊണ്ടുവരും, ചിലപ്പോൾ ബാങ്ക് ആയിട്ടൊക്കെ പോയിട്ട് അവർക്ക് പരിചയമുള്ള ബാങ്ക്സോ അങ്ങനത്തെ ഏജൻസി ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് ലോൺ ആൾക്കാർ എടുത്തു പോകുന്നുണ്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന്. പക്ഷെ നമ്മളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് ലോൺ കൊടുക്കുന്നില്ല. 12,40,000. അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടി, നല്ല വണ്ടിയാണ്. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മളൊരു മിനുക്ക് പണികളൊന്നും ചെയ്തിട്ടില്ല. ഈ മിനുക്ക് പണികൾ വെച്ചാൽ മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല എന്ന് സാരം. അതായത് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒന്നും നമ്മള് കാരണം ചെറിയ മൈനോട്ട് കാര്യങ്ങളൊന്നും അതൊരു ഒറിജിനൽ ആണ്. ഇവിടുന്ന് എങ്ങനെയാണോ പിന്നെ കസ്റ്റമറെ കയ്യിൽ നിന്ന് എങ്ങനെയാണോ ഒരു വണ്ടി എടുക്കുന്നത് അതേ ഫീലാണ് ഇവിടുത്തെ എല്ലാ വണ്ടിയും. ഒരു വണ്ടിയിൽ ഒരു പണിയും ചെയ്തിട്ടില്ല. അതായത് നമ്മൾ എങ്ങനെയാണോ ഡൽഹിയിൽ നിന്ന് കൊടുക്കുന്നത് അതേപോലെയാണുള്ളത്. അത് ഒപ്പിക്കൽ വണ്ടിയല്ല. ഞാൻ പറയാം, ഇപ്പൊ നമ്മള് കല്യാണം നോക്കുമ്പോഴേ നമുക്ക് കല്യാണം നോക്കണ്ടേ, നോക്കുമ്പോ നമ്മള് മേക്കപ്പ് അതൊന്നും കുഴപ്പമില്ല. അതല്ല മേക്കപ്പ് ഇട്ട പെണ്ണുങ്ങളെ നമ്മള് പ്രിഫർ ചെയ്യുന്നില്ല. അതേപോലെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റിലുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഒരു തുരുമ്പുണ്ടി അടിച്ചോളി, അത് അടുത്ത് പെയിന്റ് അടിച്ചാണ്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. അതായത് കസ്റ്റമർ എങ്ങനെയാണോ തരുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ആൾക്കാർ പറഞ്ഞാൽ എന്ത് വർക്കും നമ്മൾ കണ്ടെടുക്കണം. ഇപ്പൊ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കച്ചവടക്കാരെ വണ്ടി ഞാൻ വാങ്ങാറില്ല. അവിടുത്തെ ഡീലർമാർ വെക്കാൻ വെച്ച വണ്ടി നമ്മൾ വാങ്ങിക്കില്ല. കാരണം വെച്ചാൽ അത് നമുക്ക് എന്താ അറിയില്ല, അതിൻ്റെ ഉള്ളിൽ എന്താ ഉടായ്പ ചെയ്തത് നമുക്കറിയില്ല. അപ്പൊ നമ്മളെപ്പോഴും എന്ത് പണി നമ്മൾ എടുക്കണം. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. അത് മെക്കാനിക്കൽ ഒരു ബോഡി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. അപ്പൊ നമുക്ക് വളരെ സമാധാനത്തോടെ എടുക്കാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോ കാരണം എന്റെ ഫോളോവേഴ്സ് വിചാരിക്കേണ്ടത് എന്താ മുത്താറിന് പറ്റിയത്. മുത്താറിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പോണത്. ഞാനൊരു സംസാരം പ്രിയനാണ്. ഇനി സംസാരം നിർത്തി ഇനി ഓടി A4ലേക്ക് പോവാ. A4 ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ വരുന്നത്? ഇത് പ്രീമിയം പ്ലസ് ആണ് വരുന്നത്. സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ്. സൺറൂഫ് വരുന്ന മോഡൽ വരുന്നത്. ഇത് കേക്കിട്ടൊന്നുമില്ല വണ്ടിട്ടോ. നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഏതാ മോഡൽ? ഇത് 2013 വണ്ടിയാണ്. 2013. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 101,000-2,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഏകദേശം നമ്മൾ ഈ വണ്ടി ഒരു 2 years ആയിട്ട് നമ്മളിവിടെ കസ്റ്റമർക്ക് സോൾഡ് ആയത് വണ്ടിയായിരുന്നു. അപ്പോൾ ആള് നമ്മൾക്ക് റീസെയിലിന് വേണ്ടി നമ്മള് ആളൊന്ന് പർച്ചേസ് ചെയ്ത് റീസെയിൽ ചെയ്യണം വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന അതുവരെ ഫുള്ളി കമ്പനി സർവീസുള്ള വണ്ടിയായിരുന്നു. പിന്നെ അയാൾ ഒരു സർവീസ് ലാസ്റ്റ് സർവീസ് അയാള് ഇവിടെ കോഴിക്കോടത്തെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഓയിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി നിലവിൽ ഒരു ഇഷ്യൂസും ഇല്ല. ലാസ്റ്റ് ഫൈനൽ 690 690 ഒരു പ്രീമിയം കാർ. ഒരു സ്വിഫ്റ്റ് വാങ്ങുന്ന അതേ പ്രൈസിനാണ്. അത് മാത്രമല്ല ലോ മെയിൻ്റെനൻസ് കാറാണ്. ഐ മീൻ സാധാരണക്കാരന് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് A4. അതാണ് A4ന്റെ പ്രത്യേകത. കുറെ ഫെസിലിറ്റീസ് ഒന്നുമില്ല, എന്നാലുള്ള ഫെസിലിറ്റി വെച്ചിട്ട് എല്ലായിടത്തും നല്ല അടിച്ചു പൊളിച്ച് പോകാൻ പറ്റും. ഓക്കെ. നമുക്ക് ബെൻസിലേക്ക് പോവാം. ബെൻസ് 3 C ക്ലാസ് വരുന്നുണ്ട്. സി ക്ലാസിനെ പറ്റി പറയാം. ഓക്കെ. സി ക്ലാസ് ഏതാ മോഡൽ വരുന്നത്? സി ക്ലാസ് 2015 വണ്ടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ റമീസ്ക ഇവിടെ സെയിൽ നോക്കുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് സി ക്ലാസ് ആയിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞത് നമ്മളെപ്പോഴും കസ്റ്റമർക്ക് നല്ലത് വരണം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടല്ലോ. അതിൽ നമ്മളെപ്പോഴും ബെൻസിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന വണ്ടിയാണ് സി ക്ലാസ്. കാരണം സി ക്ലാസ് എന്ന് വെച്ചാൽ സി ക്ലാസിന്റെ കുറെ പറ്റി വെച്ചാൽ ഒന്ന് ഇതിന് കംപ്ലൈന്റുകൾ പൊതുവേ വരുന്നില്ല. അതായത് നമ്മളിപ്പോൾ എത്ര വണ്ടി കൊടുത്തിട്ടുണ്ടോ കൊടുത്താർക്ക് പോലും ചെറിയ ഒരു
ലൈറ്റ് ഫ്യൂസ് ആകുന്ന പ്രശ്നങ്ങൾ എന്നല്ലാതെ ഒരു മേജർ ഇഷ്യൂസ് ഒന്നും സി ക്ലാസ്സിന് വരുന്നില്ല. ഇലക്ട്രിക്കലോ എഞ്ചിനോ ഗിയറോ തുടങ്ങിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സി ക്ലാസ് എപ്പോഴും റെക്കമെൻഡഡ് ആണ്. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2015 വണ്ടിയാണ്. 2015. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഫുൾ ഓപ്ഷൻ ആണ്. അവൻഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് ഒക്കെ വരുന്ന പനോരമിക് സൺറൂഫ് ഒക്കെ മുകളിൽ ഗ്ലാസ് ടോപ്പ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ. 2015. അതെ. ഓണർഷിപ്പ് ആയിരുന്നത്? ഇത് ഓണർഷിപ്പ് 2 ആണ്. 2 കിലോമീറ്റർ 59,000 കിലോമീറ്റർ. ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ലേ? കംപ്ലീറ്റ് 59,000 സർവീസ് കമ്പനി ചെയ്തിട്ടുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ഫൈനൽ 17,40. 17,40,000. ഇതിപ്പം എക്സ്ട്രാ കൊണ്ടുവന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ്. ഇത് കണ്ടുവന്ന കണ്ടീഷനുള്ള ചെറിയ മൈനർ സ്ക്രാച്ചസ് ആ ബാക്കിലൊക്കെ ബമ്പറുമുണ്ട്. ബട്ട് വണ്ടി ഇത് നോക്കി, ഇതിന്റെ പ്രത്യേകം തരം ഇത് സിൽവർ എന്ന് നമുക്ക് ഇതിന് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇതൊരു സ്റ്റീൽ കളർ വണ്ടിയാണ്. ഐ മീൻ ഒരു പ്രത്യേക കളറാണ് ശരിക്കും വണ്ടി. അത് ഈ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒരു സിൽവർ ആണോ വെച്ചാൽ അതല്ല, അല്ല ബ്ലൂ ടച്ച് ആണോ ഒരു അലൈവിൽ നിന്നൊക്കെ വരുന്ന ഒരു ഡാർക്ക് സിൽവർ കളർ ഉണ്ട്. സിമിലർ കളറാണത്. അടിപൊളി കളറാണ്. ലാസ്റ്റ് 17,40,000 രൂപ. 17,40,000. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നമുക്ക് ക്രിസ്റ്റ കാണിച്ചു. ക്രിസ്റ്റ കുറെ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണല്ലോ. ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ക്രിസ്റ്റ വരുന്നത് 2016 മോഡലാണ്. ക്രിസ്റ്റ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. നമുക്ക് എപ്പോഴും ഈ ടയോട്ടിനെ കുറിച്ച് പറയുമ്പോൾ മെക്കാനിക്കലി നമ്മൾ പറയും എഞ്ചിൻ ഓക്കെ ആണെങ്കിൽ അത് വളരെ ട്രൂ ആണ്. പക്ഷേ ക്രിസ്റ്റ സെയിം ടൈം തന്നെ ക്രിസ്റ്റ തുരുമ്പ് വരുന്ന വണ്ടിയാണ്. കാരണം അതിന്റെ ഇരുമ്പ് വളരെ മോശമാണ്. കാരണം ഇത് ഇരുമ്പ് മോശം എന്ന് വെച്ചാൽ ഇതൊരു അല്ലല്ല, നമ്മൾ വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് നമ്മൾ വിൽക്കാൻ വെച്ച വണ്ടിക്കാണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷെ ഇതിന്റെ ട്രൂത്ത് ആയിട്ടുള്ള ഒരു മാറ്റർ അതാണ്. കാരണം വണ്ടി മെക്കാനിക്കലി ഒന്നും നോക്കാല്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോ നമ്മളെ വീട്ടിലൊക്കെ ഒരു അതായത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ അടിയിൽ പ്ലാറ്റ്ഫോം നോക്കേണ്ടി വരും. പ്ലാറ്റ്ഫോം എല്ലാം മെയിനായിട്ട് നോക്കേണ്ടി. ഇവിടെ ഞാൻ കാണിച്ചു തരാം. വരും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളൊരു ക്രിസ്റ്റ തുറന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഈ ബീഡിങ് പറിച്ചു നോക്കണം. ഈ ബീഡിങ് പറിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തുരുമ്പ് വരുന്നുണ്ടാവും. അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട മാറ്റർ ആണ്. ജസ്റ്റ് നമ്മൾ ക്യാമറ കാണിച്ചില്ലേ, കണ്ടില്ല നിങ്ങള് ഇവിടെ ഇങ്ങനെ മുൾക്കൊക്കെ നോക്കാം. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ ഒറിജിനൽ പഞ്ചിങ് ആണ്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ സാധനത്തുണ്ടല്ലോ ഇതിവിടെ ഗ്രീസ് ഒക്കെ പോയി കഴിഞ്ഞാല് തുരുമ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇത് തുരുമ്പല്ല കേട്ടോ, ഇത് ഇതാണ് മറ്റേ മണ്ണല്ല, മറ്റേ ഗ്രീസാണ്. അല്ലാതെ ഇതിമ തുരുമ്പില്ല. നമ്മൾ ഈ വണ്ടി നമ്മള് പിന്നെ അതാണ് ക്രിസ്റ്റന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. കുറെ ആളുകൾ ക്രിസ്റ്റ കമ്പാരിസൺ, നമ്മൾ പൊതുവെ ക്രിസ്റ്റ കുറച്ച് കുറവുണ്ട് വിൽക്കുന്ന ക്രിസ്റ്റന്റെ കൂട്ടത്തില് കുറച്ച് കുറവുണ്ട്. അതിന്റെ കാര്യം എന്താ വെച്ചാല് നമ്മൾ ഈ തുരുമ്പുള്ള വണ്ടികൾ നമുക്ക് എടുക്കാൻ കഴിയൂല. നമ്മൾ ഉസ്വാസിൽ നമ്മള് തുരുമ്പ് കുറച്ച് നല്ല കൂടുതൽ ഉണ്ടായതുകൊണ്ട്, കാരണം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിക്ക് ഞാൻ തുരുമ്പുള്ളൊരു വണ്ടി ഉപയോഗിക്കാൻ എനിക്ക് കഴിയൂല. അപ്പൊ മാത്രമല്ല ചില ആൾക്കാർ എന്ത് ചെയ്തു പെയിന്റ് അടിക്കുന്ന ജിച്ചിന്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അതെനിക്ക് പറ്റൂല. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2016 വണ്ടിയാണ്. 2016. ഓട്ടോമാറ്റിക് ടോപ്പ് വേരിയന്റ് ആണ്. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. റീപ്ലേസ്മെന്റുകൾ ഒന്നുമില്ല. ഫുള്ള്. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 13,40,000 രൂപ. 13,40,000. ഇത് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ക്രിസ്റ്റനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ ഇത് വൃത്താണ്. ആളുകൾ എന്നോട് കുറെ ഡൽഹിത്തെ വിലയൊക്കെ വെച്ച് കമ്പയർ, പക്ഷെ അതൊക്കെ പറഞ്ഞാൽ തുരുമ്പും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. വണ്ടികൾ ക്രിസ്റ്റ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ പറയണം വില കുറച്ച്, ഇതിലും വില കുറച്ച് സെറ്റ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ നമുക്ക് തന്നെ അറേഞ്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ ഗ്യാരണ്ടീസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇങ്ങനെയൊക്കെ നോക്കിയെടുക്കുമ്പോൾ കിട്ടുമ്പോൾ ഈ ഒരു പൈസ ഇത് വെർത്താണ്. നല്ല വണ്ടിയാണ്. അതായത് കുറച്ച് സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. കാരണം പക്ഷെ ഇത് ജെനുവിൻ വണ്ടിയാണ്. ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊടുത്തിട്ട് ഒരു 100 രൂപ പെയിന്റ് അടിക്കാൻ പോലും ഇതിന് ചെലവാക്കിയിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ പുതിയ ടൈപ്പ് 3 കിറ്റ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. 20,000 രൂപയുള്ളൂ. 25,000 ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല. അതെ. ഈ ഒരു ഫോർച്യൂണറോ? ഫോർച്യൂണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ കുറച്ച് യൂസ് ചെയ്തിരുന്ന വണ്ടിയായിരുന്നു. 2 വീൽ ഓട്ടോമാറ്റിക്കാ? 4 വീൽ ഓട്ടോമാറ്റിക്. 4 വീൽ മാനുവൽ. അതെ. ഏതാ മോഡല്? ഇത് 2014 വണ്ടിയാണ്. 2014. അതെ. ഓണർഷിപ്പോ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഇത് വണ്ടി? പിന്നെ 150ന്റെ മുകളിലായിട്ടുണ്ട്. 151-152 റീപ്ലേസ്മെന്റുകൾ. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഹിസ്റ്ററി ഒരു 1.5 വർഷം മുമ്പ് വരെ ഹിസ്റ്ററി ഉണ്ട്. ഇനി ആ ഒരു ബാക്കിയുള്ള പോട്ടെ, നിങ്ങൾ 2 ഓടിച്ചത്. അതായത് വണ്ടി എന്ത് ഇത് വണ്ടി കുറച്ച് കാലങ്ങൾ കയ്യിൽ. അതെ. ഇത് കയ്യിൽ വെച്ചാല് ഞാനൊരു ഓഫ് റോഡിങ് താല്പര്യക്കാരനാണ്. ഓഫ് റോഡിങ് വെച്ചാൽ കുറച്ച് കൃഷി കാര്യങ്ങളെല്ലാം ഓഫ് റോഡിങ് ഇതിലാണ്. അപ്പൊ അങ്ങോട്ടൊക്കെ പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. വണ്ടി ഓടിച്ചിട്ട് വണ്ടി ഫുള്ളാണ്. നല്ല വണ്ടിയാണ്. പണി ഇതിന്റെ മോളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ വെച്ചാൽ ഫോർച്യൂണറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളെ ഈ ഇവിടുത്തെ ഈ ഒരു ഓഫ് റോഡിങ്ങിന് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ളത് മാനുവൽ 4x4 ആണ്. ഓട്ടോമാറ്റിക് ആണ് നല്ലത്, 4x4 മാനുവൽ. 4x4 ഓട്ടോമാറ്റിക്കിനേക്കാളും നല്ല 4x4 മാനുവൽ ആണ്. അതിന്റെ കാര്യം എന്താ വെച്ചാല് ഈ ഇവിടെയൊക്കെ ചപ്പാത്തുകൾ ഉണ്ടാവും, വെള്ളം പോകുന്ന ചപ്പാത്തൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ കരുവാരക്കുണ്ട് സൈഡ് അപ്പൊ പോകുമ്പോൾ കൂടെ വെള്ളത്തിന് അടി കൂടെ ഗിയർ ബോക്സ് മൊഡ്യൂൾ പോകാനുള്ള ചാൻസസ് ഉണ്ട് ഓട്ടോമാറ്റിക് വണ്ടികൾക്ക്. കാരണം അതിന്റെ അടിയിലാണ് ഗിയർ ബോക്സ് വരിക. അതിൽ വെള്ളം കയറിയിട്ട് ഒരുപാട് കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും മാനുവൽ വണ്ടിയാണ് ഇവിടുത്തെ നാട്ടിലത്തെ ഓഫ് റോഡിങ്. ഓരോ വണ്ടി ഓരോ പർപ്പസിന് ഓരോ നാടിന് ഉപയോഗിക്കേണ്ട ഒരു കണ്ടുണ്ട്. ആൾക്കാർക്ക് അറിയില്ല. ചിലപ്പോൾ ആൾക്കാർ ഗൾഫിൽ പോക്കുകയാണെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടികൾ അവിടെ മരുഭൂമി കൂടെ പോകാനൊക്കെ പറ്റും. പക്ഷെ വെള്ളത്തിൽ കൂടെ ചെറിയ വെള്ളത്തിന്റെ അംശമൊക്കെ തട്ടുമ്പോൾ ഏറ്റവും നല്ല മാനുവൽ വണ്ടിയാണ്. ഇതെങ്ങനെ ലാസ്റ്റ് ഫൈനൽ വിളിക്കുന്നത്? ഇത് ലാസ്റ്റ് വണ്ടി ഓഫർ പ്രൈസ് ആണ്. നമ്മള് പിന്നെ ഇതുവരെ 2015 നമ്മൾ ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്ലാൻ ആക്കാൻ 15 പറഞ്ഞേ 14 ആണ്. 10,90,000 രൂപ. 10,90,000 2014 ഫോർച്യൂണർ 10,90,000 4 വീൽ മാനുവൽ. നെക്സ്റ്റ് ഏതിലേക്കാ പോകേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. BMW സീരീസ് ട്രാവൽ കിങ് പറഞ്ഞൊരു കിങ് ആണ്. BMW കിങ് അല്ലേ? കിങ് ആണ്. 7 സീരീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയല്ല. കുറച്ച് ആൾക്കാർ മാത്രം പ്രിഫർ ചെയ്യുന്നത്. അതായത് എടുത്തു കഴിഞ്ഞാൽ അടാറ് സാധനം. ഇതൊരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ വണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് മെയിൻ്റെനൻസ് ഇൻ കമ്പാരിറ്റീവ്ലി നമ്മള് വരും ഡെഫിനറ്റ്ലി വരുമല്ലോ. കാരണം എന്താ വെച്ചാല് ഇത് ഇപ്പോഴത്തെ വില 1.5 കോടി റുപ്യ വിലയുള്ള വണ്ടിയാണ്. ഇതിന്റെ ഉള്ളിലത്തെ സെറ്റപ്പാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. ഇന്റീരിയർ കാണിച്ചു. അതായത് ഇത് കുറെ ഫെസിലിറ്റീസ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബാക്ക് സൈഡ്. കാരണം ഇതൊരു ബാക്ക് സൈഡ് നോക്കണം വെച്ചാൽ ഇതൊരു അങ്ങനത്തെ ഒരു വണ്ടിയാണ്. കാരണം ഇതൊരു എന്താ ബാക്കിൽ ഇരുന്നിട്ടൊക്കെ നോക്കുമ്പോഴാണ് ഇതിന്റെ ഒരു സംഭവം മനസ്സിലാവുക. ഈ ട്രാവലിംഗ് അതെ സീറ്റൊക്കെ ബാക്ക് സീറ്റ് തന്നെ അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയാ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഒരു ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഏതാ മോഡൽ വരുന്നത്? പിന്നെ ഇതിപ്പോ കുറെ ആളുകൾ കൺവേർഷൻ ചെയ്യാനും കൊണ്ടുപോകുന്നുണ്ട്. ഈ പുതിയ 7 സീരീസ് കൺവേർഷൻ ചെയ്യാൻ പറ്റും. 3 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആവുമ്പോൾ 1.5 കോടി കിറ്റ് കയറ്റിയിട്ട് അതായത് 1.5 കോടിന്റെ ആ ഒരു ഇതിലേക്ക് മാറ്റല്ലേ? ഇത് 15,90,000 രൂപയാണ്. നമ്മളിപ്പോ 2012 മോഡൽ ഒറിജിനൽ കേരള വണ്ടി, സെക്കൻഡ് ഓണർ. ഒറിജിനൽ കേരള റിയൽ അല്ലല്ലോ, അതാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് കാണിച്ചത്. നമ്പർ വെക്കിയ വണ്ടികളോ. ഓക്കെ, ഒറിജിനൽ കേരള ആണ്. KL7 അല്ലേ? KL7 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ 70,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റുകളൊന്നുമില്ല, ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നീട്ടുള്ള വണ്ടിയല്ലേ? ഇതൊക്കെ ഒരു രാജകീയത ഉള്ള വണ്ടി. ബാക്കിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സുഖം തന്നെ ആയിരിക്കും. എക്സാക്ട്ലി, അതെ. പക്ഷെ നമ്മൾ പറഞ്ഞാൽ എല്ലാരും ഒരു ഇത് പറഞ്ഞ മാതിരി എല്ലാരും ഒരു ചോയ്സ് അല്ല. നമ്മൾ എല്ലാവരോടും റെക്കമെൻഡും ചെയ്യുന്നില്ല. ഇത് ആവശ്യമുള്ള ആൾക്കാർ എടുക്കുക. അതെ. കുറച്ച് അങ്ങനെ ഓവർ മെയിൻ്റെനൻസ് വെച്ചാൽ അങ്ങനെ മെയിൻ്റെനൻസ് അല്ല കേട്ടോ. നമുക്ക് ഇതിന്റെ പാർട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പുറത്തുനിന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ സംഭവം തന്നെ വരുള്ളൂ. പക്ഷെ നമ്മൾ C ക്ലാസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന അതേ ഒരു ലാഘവത്തോടു കൂടി ഇതിനെ റെക്കമെൻഡ് ചെയ്യില്ല. നെക്സ്റ്റ് നമുക്കിപ്പോ GL ആക്കാം. നമുക്ക് GL നമുക്ക് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. റെഡിന്റെ ഫേവറേറ്റ് കളറാണ്. റെഡ്. നിങ്ങൾ റെഡ് എന്നിട്ട് ഇങ്ങോട്ടാണല്ലോ പോയത്. അതായത് രക്തത്തിൽ തന്നെ കളറാണ് റെഡ്. നിങ്ങൾ എപ്പോ വീഡിയോ കളർ റെഡ് എന്നാ? അതിന് വേറെ കാര്യമുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ എനിക്കറിയില്ല, എന്റെ വീഡിയോ വേറെ ഉള്ളതിലൊക്കെ കാണുന്ന അറിയണ നമ്മളെപ്പോ വരുമ്പോഴും റെഡ് കാർ ഉണ്ടാവും. പ്രത്യേകിച്ച് ബെൻസ്. കാരണം ബെൻസിന്റെ റെഡ് കളർ കാർ ഉണ്ടല്ലോ, അതൊരു വേറെ ലുക്കാ. ഒരു അസാധാരണ റോഡ് പ്രസൻസ് ആണ് ഈ വണ്ടി. ഏതാ മോഡൽ? ഇത് 2015 മോഡലാണ്. 2015. അതെ. GL ഏതാ? GL 200 59,000 ഓടിയിട്ടുള്ളൂ. 59,000. സോറി 69,000. ഓൺഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 69,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്താണോ? ഇതൊന്നുമില്ല, ഫുള്ള് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. പക്ഷെ ഇതിലിപ്പോ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ എന്താ അറിയോ? ഈ വണ്ടി ഇപ്പോ നിങ്ങളിപ്പോ വരുന്നതിന് മുമ്പ് ഒരാളെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ചിലപ്പോ പിന്നെ കാരണം ഞാനൊരു വീഡിയോ വേറെ ഇട്ടിരുന്നു. അപ്പൊ അതിലിങ്ങനെ ഏകദേശം ആള് പറഞ്ഞു ഞാൻ വേറെ ആർക്കും കൊടുക്കരുത്, ഞങ്ങൾ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വീഡിയോ ഇടാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഈ വണ്ടിയിലുണ്ട്. വളരെ ആവശ്യം ഉണ്ടെങ്കിൽ ഓപ്ഷൻ പറഞ്ഞത് ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റുകളൊന്നുമില്ല. 2015 ലാസ്റ്റ് നമ്മളിപ്പോ മുപ്പടുത്ത് പറഞ്ഞ 12,25. അതാണ് എടുത്ത് പറഞ്ഞത്. അപ്പൊ നമ്മളടുത്ത് പറയുന്നത് അതെ 12,25. 12,40 നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഇട്ടിരുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ നമ്മൾ ഇപ്പൊ ഇട്ടിട്ട് 12,25 ഓക്കെ. നമ്മൾ ഓൾമോസ്റ്റ് വണ്ടികളെ കാണിച്ചു, പക്ഷെ കുറേ വണ്ടികളാണ് കാണിച്ചത്. കുറെ വണ്ടികൾ വരാനുണ്ട് നമ്മളെ കയ്യിൽ. ഇപ്പം ഇത് കൂടാതെ ഒരു 3-4 F4 ഉണ്ട്. ഈ 690 പ്രൈസിൽ തന്നെ വരുന്ന ഒരു F4 കൂടി നമുക്ക് ഓൺ ദ വേ ആണ്. 2014 മോഡല്. ഇൻഷാല്ലാ ഒരു വിത്തിൻ 10 days അത് ലാൻഡ് ആവും. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2 മാസം മുമ്പ് റമീസ് ഖാറിന്റെ മറ്റേ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ
എനിക്ക് നിങ്ങളെ വീഡിയോക്ക് വേണ്ടിയിട്ട് ബൈക്കിങ്ങാണ് സത്യം പറയാം. ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് കാരണം നിങ്ങൾ ആ മിനി കൂപ്പറൊക്കെ നമ്മൾ ഓഫർ പ്രൈസ് അതിനൊക്കെ പിന്നെ അതേപോലെ തന്നെ ബെൻസിനൊക്കെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് അതെ GL ഇപ്പൊ അതല്ല നിങ്ങൾ അന്ന് വന്നപ്പോ ഉണ്ടായിരുന്ന എല്ലാ വണ്ടിയും കൊടുത്തിട്ടുണ്ട്. ആകെ ഈ 7 സീരീസ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇല്ല അതുമില്ല. കാരണം വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രീമിയം കാർ എടുക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഇപ്പൊ ബെൻസിലാണെങ്കിലും മോഡിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു ഹൈഡും ഇല്ലാതെ വളരെ ഓപ്പൺലി ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അതായത് ഒരാളെ പിന്നെ അതായത് നമുക്കിപ്പോ ഒരാളെ മറച്ചു വെച്ചുകാണ്ട് ഒപ്പിച്ച് വെച്ചുകാണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, ഡീലർമാരുണ്ടാവുമല്ലോ. അങ്ങനെ മൈൻഡ് സെറ്റ് നമുക്കില്ല. കിലോമീറ്റർ തിരിക്കല്ല, അല്ലെങ്കിൽ തിരിച്ച വണ്ടികൾ വാങ്ങല്ല, എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ നമ്മൾ എന്തെങ്കിലും നോട്ടിഫൈ ചെയ്താൽ അത് വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കുന്നു. അതായത് ഒന്നും കണ്ണും ചിമ്പി വന്നിട്ട് എടുക്കാൻ പറ്റും. അതാണ് നമ്മളുടെ സക്സസ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാല് ഇത് യാർഡല്ല, ഇത് മൂപ്പരെ വീടാണ്. ആ ഒരു വീട്ടിൽ നിന്നാണ് കച്ചവടം ചെയ്യുന്നത്. കാരണം ആ ഒരു വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു കള്ളക്കളി കളിച്ച് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പർക്ക് ആ വീട്ടിൽ ഒരിക്കലും പിന്നീട് നിൽക്കാൻ കഴിയില്ല. അത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മൂപ്പരെ ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് സംഗതി ഉഷാറായി. പ്രീമിയം കാർ ആർക്കെങ്കിലും ഒരു 2-3 ക്രിസ്റ്റ്യന് വേറെ വരാണ്ട് A4 ഉണ്ട്, ഈ ക്ലാസ്. ഇന്നിപ്പോ ഈ ക്ലാസ് നിങ്ങളെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഡൽഹിയിൽ ടോക്കൺ അടിച്ചിട്ടുണ്ട്. ഞാൻ നാളെ രാത്രി കയറും. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു 10 ദിവസം പ്രീമിയം കാർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റമീസ്കാരനെ വേഗം വിളിക്കാം. കാരണം മൂപ്പരെ പിന്നെ വേറെ കാര്യങ്ങൾ പെണ്ണോക്കുന്നുണ്ട്. എന്നോട് പറയാൻ പറഞ്ഞാട്ടോ. അപ്പൊ എന്തായാലും നമ്പർ കൊടുത്തിട്ട് വേഗം